ഹൃദ്രോഗ സാധ്യത കുറക്കാൻ പറ്റുന്ന ഡയറ്റുകൾ ഏതൊക്കെയാണ്? ഇത് വെറും ഹൃദ്രോഗ സാധ്യത കുറക്കാനും ഹൃദ്രോഗങ്ങൾ നിയന്ത്രിക്കാനും മാത്രമല്ല കേട്ടോ. അമിത വണ്ണമുള്ളവർക്ക് വണ്ണം കുറക്കാനും പ്രമേഹ രോഗമുള്ളവർക്കൊക്കെ പ്രാവർത്തികമായിട്ടുള്ള ഏതാനും ഡയറ്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ അവസാനം നമ്മുടെ കേരളത്തിന്റെ ഒരു സെറ്റപ്പിൽ ഈ ഡയറ്റിനെ എങ്ങനെ പരിവർത്തനം ചെയ്തെടുക്കാം എന്ന് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ലോകത്ത് ഏറ്റവും കൂടുതൽ ദീർഘായുസ്സുള്ള മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു കോണ്ടിനെന്റിനെ വിശേഷിക്കുന്ന പേരാണ് മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ അനുവർത്തിച്ച് വരുന്ന ഒരു ഡയറ്റ്, അത് ദീർഘായുസിന് ഉപകരിക്കുന്ന ഒരു ഡയറ്റാണ്. ഈ ഡയറ്റിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് അവർ ധാരാളം കഴിക്കുന്ന ഒരു സംഭവം. വ്യത്യസ്ത കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കും. രണ്ടാമത്തേന്ന് വെച്ചാൽ അവർ ഏറ്റവും ഉൾപ്പെടുത്തുന്ന ഒരു സംഭവം ഹോൾ ഗ്രെയിൻസ് ആണ്. ധാന്യങ്ങൾ, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി, പിന്നെ കിനോവ, ബ്രൗൺ റൈസ്. ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുകൾ നമുക്ക് ഉൾപ്പെടുത്താം. മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒലീവ് ഓയിൽ അവർ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് സാധ്യമാണോ എന്ന് നമുക്ക് പറയാം. കേരള സെറ്റപ്പിൽ എന്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ അവസാനം പറയാം. ചില ബദാമൊക്കെ പോലത്തെ നട്ട്സ്, ലീൻ പ്രോട്ടീൻ ആണ് പിന്നെ അവർ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവം. ലീൻ മെലിഞ്ഞ പ്രോട്ടീനുകൾ അത് ഏതിലൊക്കെ ഉണ്ടാവുക എന്നറിയോ? അതൊന്നും നമ്മുടെ അയല, പിന്നെ സാൽമൺ മത്സ്യങ്ങളാണ്. അത് നമ്മുടെ നാട്ടിൽ അത്ര ലഭ്യമല്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കന്, അപൂർവമായിട്ട് കുറച്ച് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് മീറ്റ് കഴിക്കാം കുറച്ച്. പിന്നെ നാരും പ്രോട്ടീനും അടങ്ങിയ പയറ് വർഗ്ഗങ്ങൾ, പയറ്, ചെറുപയറ്, ബീൻസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഉപ്പിന്റെ അളവ് കുറക്കാൻ വേണ്ടി, എന്നാൽ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് കുറച്ച് ഔഷധ സസ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ്. മസാലകൾ ചെറിയ രീതിയിലുള്ള, ഇപ്പൊ മഞ്ഞൾ അല്ലേ, ഇതുപോലുള്ളതൊക്കെ ചേർത്തിട്ടാണ് രുചി വർദ്ധിപ്പിക്കുന്നത്. പിന്നെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ ചെറിയൊരളവിൽ വൈന് കുടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി അത് കുടിക്കുന്നവർക്കാണെങ്കിൽ ചെറിയൊരളവിൽ വൈൻ. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും അത് ഉള്ള ആൾക്കാർക്കും അത് വരാതിരിക്കാനും വേണ്ടിയിട്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രപ്പോസ് ചെയ്ത ഒരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അമിതവണ്ണം കുറക്കാനും ഹൃദ്രോഗങ്ങൾ നിയന്ത്രിക്കാനും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡയറ്റ് ആണത്. ഇതിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ്. ഹോൾ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഇതിലും അതേപോലെ തന്നെ ചപ്പാത്തി പോലത്തെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ബ്രെഡ്, ബ്രൗൺ റൈസ്, ഇതിലും മെലിഞ്ഞ പ്രോട്ടീനുകൾ ഉപയോഗിക്കുന്നുണ്ട്. മത്സ്യം, ചില രീതിയിൽ കോഴി, പയറ് വർഗ്ഗങ്ങൾ. കൊഴുപ്പ് കുറഞ്ഞ ഡയറി ഉൽപ്പന്നങ്ങൾ, പാല്, തൈര്, ചീസ് തുടങ്ങിയവയൊക്കെ ഈ ഒരു ഡയറ്റിന്റെ ഭാഗമാണ്. നട്ട്സ്, സീഡ്സ് ആൻഡ് ലെഗ്യൂംസ്, ഇത് നമ്മുടെ ഹൃദയ സൗഹൃദമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ സോഡിയത്തിന്റെ അല്ലെങ്കിൽ ഉപ്പിന്റെ അളവ് പറ്റ കുറക്കുക എന്നുള്ളതാണ്. ഒരു 6 ഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാം ഉപ്പ് ഒരു ദിവസം എന്നതിലേക്ക് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഹൃദയ സൗഹൃദമായിട്ടുള്ള ഒരുപാട് വെജിറ്റേറിയൻ ഡയറ്റുകൾ ഉണ്ട്. വേഗൻ ഡയറ്റും അതുപോലെ വെജിറ്റേറിയൻ ഡയറ്റും. ഇത് എല്ലാ പോഷക മൂല്യമുള്ള വസ്തുക്കളും എല്ലാം ബാലൻസ്ഡായി കിട്ടുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡയറ്റാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലത്തെ എല്ലാ വെജിറ്റേറിയൻ ആൾട്ടർനേറ്റീവ്സും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡുകളും വർജിക്കേണ്ടതുണ്ട്. അതുപോലെ ഹൃദയ സൗഹൃദമായിട്ടുള്ള മറ്റൊരു ഡയറ്റാണ് ലോ സോഡിയം ഡയറ്റ്. പറ്റ ഉപ്പ് കുറച്ചിട്ടുള്ള ഡയറ്റ്. അതിന് ബദലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഓരോ ഡയറ്റിനെയും കുറിച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റു വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പം എനിക്ക് അറിയാൻ പറ്റിയ മറ്റൊരു ഡയറ്റാണ് TLC ഡയറ്റ്, തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്നാണ്. ഇത് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തൊരു ഡയറ്റാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യൽ നിർബന്ധമാണെന്നാണ് എനിക്ക് പഠിച്ചപ്പം തോന്നിയത്. ഇതിൽ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്, പൂരിത കൊഴുപ്പുകളാണ്. ഇതിന്റെ അളവ് ശരിക്കും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൽ അടിസ്ഥാന നിയമം. അപ്പൊ അതിന് ബദലായിട്ട് സൊലുബിൾ ഫൈബേഴ്സ്, അലിഞ്ഞു പോകുന്ന നാരുകൾ, ഓട്സ്, ബീൻസ്, ഇതിലൊക്കെയുള്ള നാരുകൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഡയറ്റിന്റെ ഏറ്റവും വലിയൊരു
ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സ്റ്റിറോൾസ്. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഇങ്ങനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തത് കുറക്കാൻ സഹായിക്കുന്ന സംഭവങ്ങളാണ് ഈ പ്ലാന്റ് സ്റ്റിറോൾസ്. അത് കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിലും മെലിഞ്ഞ പ്രോട്ടീനുകൾ കഴിക്കാൻ ഉള്ള ഒരു പെർമിഷൻ ഉണ്ട് കേട്ടോ. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം പതിയെ ആസ്വദിച്ച് പതിയെ തിന്നുക എന്നുള്ള മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി, ഒരു 10, 15, 20 മിനിറ്റ് എടുത്ത് സാവധാനത്തിൽ ആ ഒരു പ്രോസസ്സിലേക്ക് ചിന്തിച്ച് ഈ ഭക്ഷണം എവിടെ നിന്ന് ഉണ്ടായത്, ഇതാരാ കൊണ്ടുവന്നത്, ഇത് ആ ചെടിയിൽ ഉണ്ടായിരുന്ന അവസ്ഥകളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പതിയെ തിന്നുക എന്നുള്ള മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത്. ഇപ്പൊ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഞാൻ പറഞ്ഞു ഒലീവ് എണ്ണ ഉപയോഗിക്കുന്നു. അത് വളരെ കോസ്റ്റ്ലി ആണ്, നമുക്ക് പകരം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിന് ഉപയോഗിക്കാം കേട്ടോ. മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ഞാൻ പറഞ്ഞു സാൽമൺ മത്സ്യങ്ങളാണ്. അത് നമുക്ക് ലഭ്യമല്ല, ലഭ്യമാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് കോസ്റ്റ്ലിയാണ്. അതിന് പകരം നമുക്ക് മത്തി, അയില, കരിമീൻ എന്നിവ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മത്സ്യങ്ങൾ തരുന്ന omega-3 ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടും. ഈ പാസ്തയും കസ്കസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് എന്താണെന്നറിയോ? ചുവന്ന അരി, പിന്നെ തവിടരി, പിന്നെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധാ ഗോതമ്പ് ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മഞ്ഞള്, അല്ലെ, വെള്ളുള്ളി, ഇഞ്ചി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമാണ്. ഇതൊക്കെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ കേരളത്തിന്റെ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു അമൂല്യ നിധിയാണ് നമ്മുടെ തേങ്ങ എന്ന് പറഞ്ഞാൽ. തേങ്ങാപ്പാല്, പിന്നെ വേണമെങ്കിൽ തേങ്ങയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ നമുക്ക് ഈ വിഭവങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ മെഡിറ്ററേനിയൻ ഡയറ്റിനെയും ഡാഷ് ഡയറ്റിനെയൊക്കെ പരിവർത്തനം ചെയ്തെടുക്കാം എന്നുള്ള. മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഇത്ര മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഡാഷ് ഡയറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ നാടൻ വിഭവങ്ങൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. വാഴപ്പഴം, മുരിങ്ങ, ചേന, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലാണ്ട് പുളിയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പകരം നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കൊടുംപുളി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ മീൻ കറിയും പയറുകറിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് തേങ്ങാപ്പാലും തേങ്ങ ഉൽപ്പന്നങ്ങളും ചേർക്കുന്നത് നമ്മളെ രീതിയിലേക്ക് ഈ ഡയറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഉപ്പ് പരിമിതപ്പെടുത്തണം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പാറയുപ്പ് ഉപയോഗിക്കാവുന്നതാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട്. അല്ലെങ്കിൽ കറുത്ത ഉപ്പ് എന്ന് പറയും. ഇത് വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. സസ്യാഹാര ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമുക്ക് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ പറമ്പിലൊക്കെ വളർന്നു വരുന്നത്. അതിൽ വാഴപ്പഴം, കശുവണ്ടി, തേങ്ങയുടെ പല ഭാഗങ്ങള്, അല്ലെ, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് കേരളത്തിൻ്റെതായ ഒരു സ്റ്റൈലിൽ. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ എല്ലാ ഡയറ്റുകളും ഒരു മിശ്രിതമായ രൂപത്തിൽ നമുക്ക് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അല്ലെ. ലോ സോഡിയം ഡയറ്റിൽ ഇപ്പൊ നമുക്കൊരു മീൻ കറി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കടൽ മീൻ വാങ്ങിയിട്ട് അത് ഈ കറുത്ത ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് രുചിക്ക് വേണ്ടിയിട്ട് വിനാഗിരി പോലത്തെ ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഡയറ്റുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ തന്നെ പറയേണ്ട ഒരവസ്ഥ ഉണ്ട്. ഞാൻ പിന്നീട് ഇങ്ങോട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.